ശ്രീ ജോർജ് പൊടിപാറ ഇപ്പോൾ 100-ലധികം സീറ്റുകൾ നേടി ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നാണല്ലോ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കഴിഞ്ഞ കുറച്ചു ദിവസമായി ഡീൽ ആരോപണമാണ് ഉയർത്തുന്നത്. ആ ആരോപണം 100 എന്നതിന്റെ ആത്മവിശ്വാസക്കുറവ്, 100ലേക്കൊന്നും എത്തില്ല, പരാജയഭീതി കൊണ്ടുള്ള ആരോപണം എന്ന രൂപത്തിലാണ് ഇതിനെ ഭരണപക്ഷം ഉന്നയിക്കുന്നത്. എങ്ങനെയാണ് അങ്ങ് കാണുന്നത്? ഈ ആരോപണം ഉന്നയിക്കപ്പെട്ട മണ്ഡലങ്ങൾ അങ്ങേക്ക് സംശയമുള്ളതാണ്? നൂറിലേക്ക് എത്തുമോ ഇല്ലയോ എന്നുള്ളതല്ല. അതിന് അങ്ങനെ ഒരു വലിയ മാറ്റത്തിലേക്കൊന്നും കാര്യങ്ങൾ മാറിയിട്ടില്ലല്ലോ. രാഷ്ട്രീയ കാലാവസ്ഥ മാറുക, ഭരണവിരുദ്ധ വികാരം അതെവിടെ ഇല്ലാതാക്കാൻ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലുള്ള ആ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം മൊത്തത്തിൽ മാറാനുള്ള വലിയ സംഭവങ്ങളൊന്നും നമ്മുടെ കൺമുന്നിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ ആധികാരികമായിട്ട് പറയാൻ. ഇപ്പം ഉടൻ തന്നെ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് ആളുകളുടെ മനോഭാവത്തിൽ, ചിന്താഗതിയിൽ ഒക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം നമ്മുടെ മുമ്പിലില്ല. അപ്പോൾ അതല്ല പ്രശ്നം. ഇത് പറയാനിടയാക്കിയ ഒരു കാരണം, ഒരു ഇമ്മീഡിയറ്റ് കോസ് എന്ന് പറയുന്നത്, റീസൺ എന്ന് പറയുന്നത് പാലക്കാട്ടെ സ്ഥാനാർത്ഥിത്വമാണ്. പാലക്കാട് ഈ പറയുന്ന ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന BJPക്ക് ഒരു മണ്ഡലത്തിൽ നിർത്താവുന്ന ഏറ്റവും കരുത്തുറ്റ സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തുന്നു. സ്വാഭാവികമായിട്ടും UDFനെ സംബന്ധിച്ചിടത്തോളം ചില പ്രശ്നങ്ങളുള്ള മണ്ഡലമാണ്. ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വഴിയൊരുക്കി കൊടുത്തൊരു മണ്ഡലം. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്രതീക്ഷിതമായ ചില ആരോപണങ്ങളിൽ കുടുങ്ങുന്നു. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിക്ക് പുറത്തു പോകേണ്ടി വരുന്നു. അദ്ദേഹത്തിന് മത്സരിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ ആ മണ്ഡലത്തിൽ സ്വീകാര്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയെ, പൊതു സ്വീകാര്യതയുള്ള അല്ലെങ്കിൽ മൊത്തത്തിൽ സ്വീകാര്യതയുള്ള ഒരു സ്ഥാനാർത്ഥി, മാത്രമല്ല പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവിടെ രാഹുൽ മാങ്കൂട്ടത്തിലെ ഷാഫി പറമ്പിൽ അവരെ അനുകൂലിക്കുന്നൊരു വിഭാഗം പാലക്കാടുണ്ട് എന്നുള്ളൊരു രഹസ്യമല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ എതിർക്കാത്ത അല്ലെങ്കിൽ അവർക്ക് കൂടി സ്വീകാര്യനായ, പാർട്ടി തന്നെ രണ്ട് രീതിയിൽ ചിന്തിക്കാത്ത ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗം കൂടിയാണ് പൊതുവെ UDF ആഭിമുഖ്യം പുലർത്തുന്ന പലപ്പോഴും പ്രസംഗങ്ങളിലും പ്രവൃത്തികളിലും ഒക്കെ എപ്പോഴും UDFന് അവിടെ സോഫ്റ്റ് കോർണർ കാണിക്കുന്ന അല്ലെങ്കിൽ UDFന് അനുകൂലമായി സംസാരിക്കുന്ന ഈ പറയുന്ന രമേശ് പിഷാരടിയെ അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നത്. അങ്ങനെ പിഷാരടി ഇനിയിപ്പോൾ CPMൻ്റെ കണക്കിൽ ഒരു ദുർബലനായ സ്ഥാനാർത്ഥിയാണോ, കോമാളിയായ സ്ഥാനാർത്ഥിയാണോ, അരസംഖ്യയാണോ, മുക്കാൽ സംഖ്യയാണോ, മുഴുസംഖ്യയാണോ, ഇതൊന്നും പറയാൻ ഞാൻ ആളല്ല. അതൊക്കെ അവരവരുടെ ഇഷ്ടം പോലെ, യഥേഷ്ടം മനോധർമ്മം പോലെ പ്രയോഗിച്ചോട്ടെ. എൻ്റെ ദൃഷ്ടിയിൽ ഏതായാലും രമേശ് പിഷാരടി അരസംഖ്യയോ മുഴുസംഖ്യയോ മുക്കാൽ സംഖ്യയോ ഒന്നും പറയാൻ മതിയായ ഒരു കാരണവും ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം സാധാരണഗതിയിൽ ജനാധിപത്യത്തെക്കുറിച്ചും മതേതരത്വത്തെക്കുറിച്ചുമൊക്കെയാണ് അദ്ദേഹം ആത്മാർത്ഥമായിട്ട് സംസാരിക്കാറുള്ളത്. അതുകൊണ്ടാണ് ഞാനൊരു കോൺഗ്രസ് അനുഭാവിയായി മാറുന്നതെന്ന് പലവട്ടം ആവർത്തിച്ചിട്ടുള്ള ആളുകൂടിയാണ്. അപ്പോൾ ആ ആരോപണങ്ങൾ അവിടെ നിൽക്കട്ടെ. യഥാർത്ഥത്തിൽ അവിടെ ഒരു ഡീലുണ്ട് എന്ന് പറയാനിടയാക്കിയ കാരണം എന്താ? അവിടെ സാധാരണഗതിയിൽ എനിക്കറിയാം, ഞാൻ പാലക്കാട് മാതൃഭൂമിയിൽ ബ്യൂറോയിൽ ജോലി ചെയ്യുന്ന സമയത്താണ് ആദ്യമായിട്ട് ഷാഫി പറമ്പിൽ അവിടെ മത്സരിക്കാൻ വരുന്നത്. ഷാഫി പറമ്പിൽ അവിടെ മത്സരിക്കാൻ വരുമ്പോൾ അത് CPMൻ്റെ ഒരു സിറ്റിംഗ് സീറ്റായിരുന്നു. KK ദിവാകരൻ എന്ന് പറയുന്ന CITU നേതാവായിരുന്നു. KSRTC CIT യൂണിയൻ്റെയൊക്കെ അനിഷേധ്യ നേതാവായ പ്രമുഖനായ നേതാവ്. ഞാൻ കണ്ടിട്ടുള്ള രാഷ്ട്രീയക്കാരിൽ ഏറ്റവും മാന്യനായ ഒരു വ്യക്തി എന്ന് വിശേഷിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ദിവാകരനേട്ടൻ. ഞങ്ങളൊക്കെ അങ്ങനെ വിളിച്ചിരുന്നത്. അത്രയും സത്യസന്ധനായ, അത്രത്തോളം ആർജവമുള്ള, നേരെ പോ എന്നുള്ളൊരു പ്രകൃതക്കാരനായ ഒരു മനുഷ്യൻ, വളരെ സ്ട്രൈറ്റ് ആയിട്ടുള്ളൊരു വ്യക്തി. പക്ഷെ അദ്ദേഹത്തിന് ഷാഫി പറമ്പിലിൻ്റെ ആ യുവത്വത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാനായില്ല. വേറിട്ടൊരു പ്രചരണ ശൈലി കാഴ്ചവെച്ചുകൊണ്ട് ഷാഫി പറമ്പിൽ അദ്ദേഹത്തെ പോലെ എന്താ പറയുക, പക്വതയുള്ള, അദ്ദേഹത്തെ പോലെ ഇങ്ങനെ വളരെ എന്താ പറയുക, ഒരു സാത്വികത ഉള്ള ഒരു നേതാവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് എങ്ങനെയൊക്കെയോ അദ്ദേഹത്തിന് എന്തുകൊണ്ടോ ഷാഫിയുടെ മുമ്പിൽ പരാജയപ്പെടേണ്ടി വന്നു. പക്ഷെ അതൊരു മാന്യമായ പരാജയമായിരുന്നു. വലിയ ഭൂരിപക്ഷത്തിലൊന്നും അല്ല പരാജയപ്പെട്ടത്, പക്ഷെ തോറ്റുപോയി. അതിനുശേഷം ഇന്ന് വരെ CPM അവിടെ 3-ാം സ്ഥാനത്തേ എത്തിയിട്ടുള്ളൂ. പിന്നീട് വന്നവരൊക്കെ 3-ാം സ്ഥാനത്തേക്ക് പോയി. ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചപ്പോഴും ശ്രീധരൻ മത്സരിച്ചപ്പോഴും ഏറ്റവും ഒടുവിൽ ഈ പറഞ്ഞ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും ഈ പറഞ്ഞ കൃഷ്ണകുമാർ മത്സരിച്ചപ്പോഴും ഒക്കെ ഈ CPM 3-ാം സ്ഥാനത്തേക്ക് പോയി. ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? അതായത് CPMനെ സംബന്ധിച്ചിടത്തോളം അവിടെ UDF തോറ്റേ തീരൂ. UDFനെ തോൽപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അവരുടെ മുമ്പിലുള്ളൊരു പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നത്, ഇതൊന്നും ഒരു ആക്സിഡൻ്റൽ കോയിൻസിഡൻസ് ഒന്നും അല്ല. ഇതിൻ്റെ പിന്നിലൊക്കെ മാസ്റ്റർ ബ്രെയിൻ ഉണ്ട്. സ്മൃതി, ഒന്ന് ആലോചിച്ച് നോക്ക്. അതായത് ശ്രീധരൻ എന്ന് പറയുന്ന അതികായനായ BJP നേതാവ് നിന്നിട്ട്
ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രന് BJP വോട്ടുകളൊക്കെ കളക്ട് ചെയ്യാൻ പറ്റും, ശേഖരിക്കാൻ പറ്റും. ഒരൊറ്റ വോട്ട് പോലും പോകാതെ ശോഭാ സുരേന്ദ്രന് BJP വോട്ടുകളെല്ലാം ഇൻടാക്റ്റ് ആയിട്ട് പിടിക്കാൻ പറ്റിയേക്കാം. അങ്ങനെ തന്നെ വിചാരിക്കാം. എങ്കിൽ പോലും BJPക്ക് അവിടെ അവരുടെ വോട്ട് കൊണ്ട് മാത്രം ജയിക്കാൻ പറ്റുമോ? പറ്റില്ല എന്നുള്ളതാണ് വസ്തുത. പിരായിരിയും മാത്തൂരും കണ്ണാടിയും അപ്പുറത്ത് കിടക്കുകയാണ്. ഈ ശ്രീധരൻ അദ്ദേഹം മത്സരിച്ച സമയത്ത് 6000 8000 വോട്ടിനോ മറ്റോ, അല്ലെങ്കിൽ 6000-ലധികം വോട്ടിന് നഗരസഭാ പ്രദേശത്ത് ലീഡ് ചെയ്തിട്ടും, ഷാഫിയേക്കാൾ ലീഡ് ചെയ്തിട്ടും, അപ്പുറത്ത് പിരായിരിയും കണ്ണാടിയും മാത്തൂരും എണ്ണിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഏതാണ്ട് അത്രത്തോളം വോട്ടിന് തോൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ BJP വോട്ടുകൾ മുഴുവൻ പിടിച്ചെടുത്താലും അതുകൊണ്ട് മാത്രം അവിടെ ഈ പറയുന്ന പിഷാരടി അല്ലെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ പറ്റില്ല. അവിടെ തോൽക്കണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസിൻ്റെയും UDFൻ്റെയും ശക്തിയായ ന്യൂനപക്ഷ വോട്ടുകൾ വിഭജിക്കപ്പെട്ടേ തീരൂ. ഏത് BJP സ്ഥാനാർത്ഥി നിന്നാലും എത്ര ശോഭയല്ല, ഇനി ആരായാലും, സാക്ഷാൽ എന്താ പറയുക, ചന്ദ്രശേഖര പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ വന്നു നിന്നാലും BJP വോട്ടുകൾ കൊണ്ട് മാത്രം അവിടെ ജയിക്കാനൊക്കില്ല. അപ്പോൾ പിന്നെ ന്യൂനപക്ഷ വോട്ടുകളിൽ ഭിന്നിക്കണം. അതിലൊരു ഭാഗം UDFന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എങ്ങോട്ടെങ്കിലും പോകണം, ഒന്നെങ്കിൽ BJPയിലേക്ക് പോകണം. അത് സംഭവിക്കാൻ പ്രയാസമാണ്. കാരണം അവിടുത്തെ ന്യൂനപക്ഷ വോട്ടുകളുടെ മഹാഭൂരിപക്ഷവും മുസ്ലിം വോട്ടുകളാണ്. വളരെ കുറച്ച് വോട്ടുകളെ ക്രിസ്ത്യൻ വോട്ടുകളുള്ളൂ. അതുപോലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കിട്ടുമോ ഇല്ലയോ എന്നുള്ള ഉറപ്പുള്ള കാര്യമല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിച്ചേ തീരൂ, ന്യൂനപക്ഷ വോട്ടുകൾ വിഭജിച്ചെങ്കിൽ മാത്രമേ പാലക്കാട് BJP സ്ഥാനാർത്ഥിക്ക് വിജയിക്കാൻ പറ്റൂ. അത് അവരെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന കാര്യമല്ല. അതിന് പുറത്തു നിന്നുള്ളൊരു സഹായം വേണം. ആ സഹായമാണ് ഫലത്തിൽ ഇന്നുവരെ പേര് കേൾക്കാത്ത, നമ്മൾ ആരും കേൾക്കാത്ത 10 കൊല്ലം പാലക്കാട് ജോലി ചെയ്തിട്ട് ഒരു ഹോട്ടൽ ഉടമ എന്നതിനപ്പുറത്ത്, NMR ഗ്രൂപ്പിൻ്റെ സാരഥി എന്നതിനപ്പുറത്ത് അദ്ദേഹത്തിന് രാഷ്ട്രീയമുണ്ടെന്നോ രാഷ്ട്രീയ ചായ്വുണ്ടെന്നോ രാഷ്ട്രീയ പക്ഷപാതം ഉണ്ടെന്നോ ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരാൾ ഒരു സുപ്രഭാതത്തിൽ ഈ പറയുന്ന LDFൻ്റെ അല്ലെങ്കിൽ CPMൻ്റെ സ്ഥാനാർത്ഥിയായി പാലക്കാട്ട് വരുമ്പോൾ അതിന്റെ പിന്നിൽ എന്തെങ്കിലും സംശയിച്ചാൽ ആരെയെ കുറ്റം പറയാൻ പറ്റുക? നിതിൻ ഗഡ്കരിയെ പോലെയുള്ള എത്ര പവൻമാറ്റ്. അല്ല, ശ്രീ ജോർജ് പൊടിപാറ, CPM ഈ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ഘട്ടം വന്നപ്പോൾ പാർട്ടി സെക്രട്ടറി തന്നെ പറയുന്നുണ്ട്, ജയിക്കാൻ ആവശ്യമായ വോട്ട് ഞങ്ങൾക്ക് അവിടെ ഇല്ല, അതായത് പാർട്ടിക്ക് ആ രൂപത്തിൽ സ്വരൂപിക്കാനാവില്ല എന്ന് തുറന്ന് സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അല്പം സ്വീകാര്യനായ, വോട്ട് പിടിക്കാൻ സാധ്യതയുള്ള ഒരാൾ എന്ന നിലയ്ക്ക് ഈ പറയുന്ന ബിസിനസ്സുകാരനെ സമീപിക്കുന്നു. അദ്ദേഹത്തിന് അവിടെ ഈ പറയുന്ന എല്ലാ ആളുകൾക്കിടയിലും ഒരു സ്വാധീനമുണ്ട്. അങ്ങേക്ക് അത്ര പരിചയമില്ല എന്ന് പറയുന്നു, ശരി. പക്ഷേ അവിടെ ഒരു പൊതുസമൂഹത്തിനിടയിൽ ഒരു സ്വീകാര്യത അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ് CPM അവകാശപ്പെടുന്നത്. അപ്പോൾ പരമാവധി അത്തരം വോട്ടുകൾ സമാഹരിക്കാനുള്ള ശ്രമം CPM നടത്താമല്ലോ. അങ്ങ് പറഞ്ഞോളൂ. നടത്താൻ എന്താ വിരോധം? നടത്തുന്നതിൻ്റെ പിന്നിൽ ഞാൻ പറയുന്നത് രാഷ്ട്രീയം നോക്കുമ്പോൾ എങ്ങനെയാണ് എനിക്ക് വിശകലനം ചെയ്യാൻ പറ്റുന്നത്. കാരണം അത്രത്തോളം സ്വീകാര്യതയും അത്രത്തോളം എന്താ പറയുക, ബഹുജനത്തിന് അത്രമാത്രം അദ്ദേഹത്തോട് അഫക്ഷൻ ഉണ്ടെങ്കിൽ കഴിഞ്ഞ തവണ ഈ കോൺഗ്രസിൽ നിന്ന് വീണ് കിട്ടിയ സരിനെ നിർത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അന്നേ അദ്ദേഹത്തിന് നിർത്തി. ഉപതെരഞ്ഞെടുപ്പ് എത്രയോ പ്രധാനമായിരുന്നു, അല്ലെങ്കിൽ ഒരു വലിയ ഒരു ടഫ് ഫൈറ്റായിരുന്നല്ലോ. ആ ഘട്ടത്തിലൊന്നും ആലോചിക്കുക പോലും ചെയ്യാത്ത, അങ്ങനെ ഒരു പേര് പോലും നമ്മൾ കേട്ടിട്ടില്ല. അദ്ദേഹം പ്രചാരണത്തിന് ഇറങ്ങിയതായിട്ടും നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ ഇപ്പോൾ പിടിച്ചു നിർത്തുമ്പോൾ അതിൻ്റെ പിന്നിൽ സതുദ്ദേശം മാത്രമാണെന്ന് കരുതാൻ എൻ്റെ രാഷ്ട്രീയ നിരീക്ഷണം അല്ലെങ്കിൽ എൻ്റെ രാഷ്ട്രീയ വിശകലനത്തിന് കഴിയുന്നില്ല എന്നത് ഞാൻ വിനയപൂർവ്വം ഖേദപൂർവ്വം ശ്രീ അരുൺകുമാറിനോട് പറയാണ്. ഒരുപക്ഷെ എനിക്ക് തെറ്റാവാൻ ഞാൻ പറയുന്നത്, എങ്കിൽ പോലും അങ്ങനെ കാണാൻ കരുതാൻ ന്യായമുണ്ട്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.